ശിവദാസൻ നായരുടെയും വി ഡി സതീശന്റെയും പേരുകളാണ് കാര്യമായും ചർച്ച ചെയ്യുന്നത്. NSSന്റെ താൽപര്യം കൂടി പരിഗണിച്ചാൽ ശിവദാസൻ നായർക്കാണ് കൂടുതൽ സാധ്യത. ഒരു മൈനോറിറ്റി മതത്തിൽപ്പെട്ട ഒരാൾ ഇനി കൂടുതൽ മന്ത്രിസഭയിൽ വരാനുള്ള സാധ്യതയില്ല. അതിൻ്റെ പേരിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തെ നിലയ്ക്ക് സാധ്യത കോൺഗ്രസ്സുകാരനായ ശിവദാസൻ നായർക്കാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹവും ഇതുതന്നെയാവും. എന്നാൽ ഐ വിഭാഗം വി ഡി സതീശന്റെ പേരാണ് മുന്നോട്ട് വെക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് മുതൽക്കൂട്ടാവുമെന്നാണ് ഇവരുടെ വാദം. വി ഡി സതീശനോട് മുഖ്യമന്ത്രിക്ക് നേരത്തെയുണ്ടായിരുന്ന എതിർപ്പ് ഇപ്പോഴില്ല. ഗണേഷ് കുമാറിന്റെ അഭിപ്രായം കൂടി ചോദിച്ചാൽ വി ഡി സതീശന് നറുക്ക് വീഴും. എന്നാൽ NSSന്റെ താൽപര്യം അവഗണിക്കാനാവില്ല. കെ മുരളീധരന്റെ പേരും മന്ത്രിസ്ഥാനത്തേക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനോട് യോജിപ്പുണ്ടാവില്ല. ഇതിനിടെ രമേശ് ചെന്നിത്തലയെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ഇനിയും ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ പാർട്ടി നേതൃത്വത്തിൽ മാറ്റം വരുത്താൻ ഹൈക്കമാൻഡിനും താൽപ്പര്യമുണ്ടാകില്ല. ജലീൽ പടന്ന, മീഡിയ 1, തിരുവനന്തപുരം.